നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ 21-കാരനായ കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് വെടിവെച്ച് കൊന്നതിൽ ആയിരങ്ങളുടെ പ്രതിഷേധം. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ജർമ്മനിയിലെ ഓൾഡൻബുർഗിൽ നടന്ന സംഘർഷത്തിനിടെ പോലീസ് വെടിവയ്പിൽ പരിക്കേറ്റ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് മരിച്ചത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. നീതിക്ക് വേണ്ടിയും ഘടനാപരമായ വംശീയതയെ അപലപിച്ചുമാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. വെള്ളിയാഴ്ച ജർമ്മനിയുടെ വടക്കു പടിഞ്ഞാറൻ നഗരമായ ഓൾഡൻബുർഗിലും ലോവർ സാക്സണി സംസ്ഥാനത്തും മറ്റിടങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. രാജ്യത്തെ കർശനമായ സ്വകാര്യതാ നിയമങ്ങൾ കാരണം ലോറൻസ് എ എന്ന പേരായ 21-കാരനായ കറുത്ത വർഗ്ഗക്കാരൻ ഞായറാഴ്ച ഒരു നിശാ ക്ലബിന് പുറത്ത് നടന്ന തർക്കത്തെ തുടർന്ന് ഒരു പോലീസുകാരന്റെ വെടിയേൽക്കുകയും മാരകമായി പരിക്കേറ്റതിനെ തുടർന്ന് മരിക്കുകയുമായിരുന്നു. പോലീസ് പുറകിൽ നിന്നാണ് വെടിവെച്ചത്. മരണം രാജ്യവ്യാപകമായ അപലപനത്തിനും രോഷത്തിനും കാരണമായി. പോലീസിനുള്ളിലെ ഘടനാപരമായ വംശീയതയാണെന്ന് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നാണ് 21-കാരനായ മരിച്ചയാൾ ഓൾഡൻബുർഗ് നിശാ ക്ലബിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കുരുമുളക് സ്പ്രേ തളിച്ചത്. ഇതിൽ ഉദ്യോഗസ്ഥർക്ക് ചെറിയ പരിക്കുകളുണ്ടായി. തുടർന്ന് പിന്തുടരാൻ ശ്രമിച്ചവരെ ഇയാൾ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. ഇയാൾ ഓടി രക്ഷപ്പെടുകയും എന്നാൽ പോലീസ് പെട്രോളിംഗ് കാർ ഇയാളെ പിന്തുടരുകയും ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് നേരെയും കുരുമുളക് സ്പ്രേ തളിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചത്. ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതിനാൽ മരിച്ചു. കൊറോണറുടെ പരിശോധനയിൽ 3 വെടിയേറ്റ മുറിവുകൾ കണ്ടെത്തി. ഒന്ന് തലയുടെ പിൻഭാഗത്തും മറ്റൊന്ന് ശരീരത്തിന്റെ മുകൾ ഭാഗത്തും മൂന്നാമത്തേത് ഇടുപ്പിലുമായിരുന്നു. 3 വെടിയുണ്ടകളും പിന്നിൽ നിന്നാണ് പതിച്ചതെന്നാണ് റിപ്പോർട്ട്. വെടിവെച്ച ഉദ്യോഗസ്ഥനെ കൊലപാതക അന്വേഷണ വിധേയമായി ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ 8,000 മുതൽ 10,000 വരെ പ്രതിഷേധക്കാരാണ് പങ്കെടുത്തത്. യുവാവിന്റെ വെടിവെപ്പിലും മരണത്തിലും പൂർണ്ണമായ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. വംശീയ പശ്ചാത്തലമുള്ളവരുമായ ആളുകളെ പ്രതിഷേധം ആകർഷിച്ചു. തലസ്ഥാനമായ ബെർലിൻ ഉൾപ്പെടെ ജർമ്മനിയിൽ ഉടനീളമുള്ള മറ്റ് നഗരങ്ങളിലും ചെറിയ പ്രതിഷേധങ്ങൾ നടന്നു. മാരകമായ പോലീസ് വെടിവെപ്പുകൾ ജർമ്മനിയിൽ താരതമ്യേന അപൂർവമാണ്. ഷ്ലേസ്വിഗ് ഹോൾസ്റ്റൈൻ സംസ്ഥാനത്തിലെ ഗീസ്താഷ് നഗരമധ്യത്തിലുള്ള പഴയ സെമിത്തേരിയിലുണ്ടായ കത്തിയാക്രമണം രക്തരൂക്ഷിതമായി. സംഭവത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പഴയ സെമിത്തേരിയിൽ പോലീസ് തിരയുകയാണ്, ഒപ്പം പ്രതിയെയും. ജർമ്മനിയിലുടനീളം വലതുപക്ഷ പ്രകടനങ്ങൾ നടന്നു. വലതുപക്ഷ തീവ്രവാദികൾ ഉൾപ്പെടെ ടുഗദർ ഫോർ ജർമ്മനി എന്ന സഖ്യത്തിന്റെ പ്രകടനത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തതായിട്ടാണ് റിപ്പോർട്ട്. ശനിയാഴ്ച ജർമ്മൻ നഗരങ്ങളിൽ വലതുപക്ഷ ചായ്വുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. പലയിടത്തും വലിയ തോതിൽ പോലീസുമായി വാഗ്വാദം ഉണ്ടായെങ്കിലും ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി. AfD അഫിലിയേറ്റഡ് സഖ്യമായ ടുഗദർ ഫോർ ജർമ്മനി സമഗ്രമായ അതിർത്തി നിയന്ത്രണത്തിലും റഷ്യ ആക്രമിച്ച ഉക്രൈനുള്ള സഹായം അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു രാജ്യത്തുടനീളം മാർച്ചുകൾക്ക് ആഹ്വാനം ചെയ്തു. തീവ്രവാദ ഗ്രൂപ്പുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഭരണഘടനാ സംരക്ഷണത്തിനുള്ള ഫെഡറൽ ഓഫീസ് പറഞ്ഞു. തൂറിംഗനിലെ വേദിയിൽ അറിയപ്പെടുന്ന നവനാസികളാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. പ്രകടനത്തിൽ ഒരു കൂട്ടം ഇടതുപക്ഷ എതിർ പ്രകടനക്കാരിൽ നിന്നുള്ള മുഖം മൂടി ധരിച്ച ആളുകൾ പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു. അക്രമാസക്തരായ ആളുകൾക്കെതിരെ വടിയും കുരുമുളക് സ്പ്രേയും ഉപയോഗിച്ചാണ് പോലീസ് പ്രതിരോധിച്ചത്. 500 മുതൽ 1200 ആളുകൾ വരെ പ്രതിഷേധത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട്. ബാഡൻ-വുട്ടംബർഗ്, നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ എന്നിവിടങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമായി നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തി. വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇരുവരും ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരും തമ്മിലുള്ള സംസാരം 15 മിനിറ്റോളം നീണ്ടു. സെലൻസ്കിയുടെ വക്താവാണ് കൂടിക്കാഴ്ചയുടെ വിവരം അറിയിച്ചത്. ഇക്കാര്യം വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷവും ഇരുവരും വീണ്ടും ചർച്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസ് ഓവൽ ഓഫീസിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിന് ശേഷം ഇതാദ്യമായാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടച്ച ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായി സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെ ഇരിപ്പിടങ്ങളിലേക്ക് കടന്നുവന്ന ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെ നീണ്ട കരഘോഷത്തോടെയാണ് ചത്വരത്തിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങൾ എതിരേറ്റത്. എന്നാൽ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ പ്രസിഡന്റ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും VIP-മാരുടെ ഇരിപ്പിടങ്ങളിലെ ഇടതുവശത്ത് മുൻനിരയിലാണ്
ഇരുന്നതെങ്കിലും ഇടയ്ക്ക് 11 സ്ഥലങ്ങൾ സെലൻസ്കിയെയും ട്രംപിനെയും വേർതിരിച്ചിരുന്നു. സെലൻസ്കി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ ഏറ്റവും അടുത്താണ് സ്ഥാനം പിടിച്ചത്. ഇറ്റലിയിലെ പ്രഥമ വനിത മെലാനിയയ്ക്കൊപ്പമാണ് ട്രംപ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. വൊളോഡിമിർ സെലൻസ്കി ഭാര്യ ഒലീനയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ റോമിലെ ഔദ്യോഗിക സംസ്കാര ശുശ്രൂഷയിൽ വൊളോഡിമിർ സെലൻസ്കിയെയും ട്രംപിനെയും വേർതിരിക്കുന്ന 11 കസേരകളുടെ അകലം ഉണ്ടായെങ്കിലും അവർ പ്രത്യക്ഷത്തിൽ കൂടുതൽ അടുത്തു എന്ന് വേണം കരുതാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പായെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ സ്വകാര്യമായി സംസ്കരിച്ചു. ലോക നേതാക്കൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. റോമിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. മാർപ്പാപ്പായെ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിലേക്ക് അന്ത്യവിശ്രമത്തിനായി കൊണ്ടുവരുമ്പോൾ റോമിലെ തെരുവുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അണിനിരന്നത്. വത്തിക്കാൻ മൈതാനത്തിന് പുറത്തുള്ള ദേവാലയത്തിൽ പാപ്പായുടെ ആഗ്രഹപ്രകാരം ലളിതമായ ഭൂഗർഭ ശവകൂടീരത്തിൽ ആണ് പാപ്പായെ സ്വകാര്യമായി സംസ്കരിച്ചത്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പായെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട റോമിലെ പള്ളിയിൽ സംസ്കരിച്ചതായും വത്തിക്കാൻ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.